പ്രപ്സ്കെയിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ. LPST UPST നോട്ടിഫിക്കേഷൻ വന്ന ഈ വേളയിൽ, അല്ലെങ്കിൽ ഇതിനൊരാഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസം മുൻപ് ഏറ്റവും കൂടുതൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്ന വീഡിയോകളിലെല്ലാം ചോദിക്കുന്നൊരു ചോദ്യം, ഞാൻ ഇന്ന ജില്ലക്കാരനാണ് അല്ലെങ്കിൽ ഇന്ന ജില്ലക്കാരിയാണ്, എൻ്റെ റിസർവേഷൻ ഇതാണ്, ഞാൻ ഏത് ജില്ലയിലേക്ക് അപേക്ഷിക്കണം എന്നുള്ളതിന് ഒരുപാട് മറുപടികൾ ഞാൻ ഇതിനകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു പൂർണ്ണമായൊരു വീഡിയോ ഇതിനു മുൻപ് നമ്മൾ LP UP ഏത് ജില്ലയിലേക്ക് അപേക്ഷിക്കണമെന്ന് പറഞ്ഞ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു 2 മാസത്തിലെ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ അതിനുശേഷം കുറച്ച് അഡ്വൈസുകൾ എല്ലാ ജില്ലയിലും LPST UPSTയിലും നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ലേറ്റസ്റ്റ് അഡ്വൈസ് സ്റ്റാറ്റസോടുകൂടി ഈ ഒരു സമയത്ത്, നോട്ടിഫിക്കേഷൻ വന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏത് ജില്ല സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ഏത് ജില്ല സെലക്ട് ചെയ്താൽ നന്നാവും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അവിടെയും ഇവിടെയും കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, പൂർണ്ണമായി കാണുക. ഇതിൽ ഒരുപാട് വിവരങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഇത് കണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളൊരു പ്രിഫറൻസ് ലിസ്റ്റുകൾ, നിങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രിഫറൻസ് ലിസ്റ്റുകൾ ഉണ്ടാക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ, ഫർദർ ആയിട്ടുള്ള സംശയങ്ങൾ, അതായത് പല ആൾക്കാരും വീഡിയോ കാണാതെയാണ് സംശയങ്ങൾ നേരിട്ടാണ് ചോദിക്കുന്നത്. ഒരു ജില്ല സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് കുട്ടികൾക്ക് നിർദ്ദേശം കൊടുക്കുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഈ വീഡിയോ പൂർണ്ണമായി ആദ്യം കണ്ടതിന് ശേഷം നിങ്ങളുടേതായ ഒരു രീതിയിലുള്ള ഒരു അനലൈസേഷൻ ആദ്യം ഉണ്ടാക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾ പറഞ്ഞു തരുന്നത് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ പോകുന്ന മാർഗം ശരിയാണോ എന്നുള്ളത് സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട്. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ തന്നെയാണ്. പൂർണ്ണമായതുകൊണ്ട് ഈ വീഡിയോ കാണുക. അതിനുശേഷം ഫർദർ ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇവിടെ നമ്മളിന്ന് നോക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ആദ്യം ഒന്ന് പറയാം. കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ ഒരു 75% കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. 75 ഉണ്ടാവില്ല, കാരണം പുതിയ ഒരു അഡ്വൈസ് സ്റ്റാറ്റസ് ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അത് പുതുക്കിയ ഒരു അഡ്വൈസ് സ്റ്റാറ്റസ് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനോട് കൂടെ തന്നെ നമ്മൾ കഴിഞ്ഞ ഇതിന് മുൻപേ, ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റുകളല്ല, 2021 ഡിസംബർ മാസം അല്ലെങ്കിൽ 2022 ജനുവരി മാസമായി LP UP പല ജില്ലകളുടെയും ലിസ്റ്റുകൾ കാലാവധി പൂർത്തീകരിച്ചിരുന്നു. ഇതിന് മുൻപുള്ള ലിസ്റ്റുകൾ, അതിൽ നിന്നും ഓരോ ജില്ലകളിലേക്ക് എത്ര നിയമനങ്ങൾ നടന്നു എന്നുള്ളതടക്കം സമ്പൂർണ്ണ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ കാര്യങ്ങളായിട്ട് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ ഇൻ ഡിസ്ട്രിക്ട് വൈസ്, അതായത് ഈ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 2019 നമ്മുടെ ഇതിന് മുൻപത്തെ നോട്ടിഫിക്കേഷൻ വിളിച്ചത്. 2020 പരീക്ഷ നടന്നു. അപ്പോൾ 2019 ഇതേപോലെ തന്നെ ഡിസംബർ മാസം 31 തീയതിയാണ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. 2020 അതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള സമയം. ആ സമയത്ത് LPക്കും UPക്കും കൂടി 14 ജില്ലകളിൽ എത്ര അപ്ലിക്കേഷൻ, അപ്പോൾ 2019 വന്ന ഈ നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ എത്ര പേര് ഓരോ ജില്ലകളിലേക്കും LPക്കും UPക്കും വേണ്ടി അപേക്ഷിച്ചു. അതിന് പുറമെ നമുക്കറിയാം PSC ഇപ്പോൾ ഓരോ പരീക്ഷയ്ക്ക് അപേക്ഷകരോട് ചോദിക്കാറുണ്ട്, എത്ര പേര് ഈ പറയുന്ന പരീക്ഷ എഴുതുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ ആഫ്റ്റർ കൺഫർമേഷൻ എക്സാമിനേഷൻ, എത്ര പേര് കൺഫേം ചെയ്തിട്ട് ഈ പരീക്ഷ എഴുതാൻ സന്നദ്ധരായി എന്നുള്ളതടക്കമുള്ള ഡാറ്റ. പിന്നെ ഇതേപോലെ തന്നെ 2020 നടന്ന ഈ ഒരു പരീക്ഷയുടെ LPയുടെയും UPയുടെയും 14 ജില്ലകളുടെയും കട്ട് ഓഫ്, അതിനുശേഷം എത്ര പേരെ നമ്മൾ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ജില്ല സെലക്ട് ചെയ്യുന്ന സമയത്ത് നോക്കേണ്ട കാര്യങ്ങളാണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ മെയിൻ ലിസ്റ്റ്, ഓരോ ജില്ലകളിലേക്കും എത്ര പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ലിസ്റ്റിന് മുൻപേ ഉള്ള, ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റിന് മുൻപേ ഉള്ള, അല്ലെങ്കിൽ ഡിസംബർ 2021 ജനുവരി 2022 കാലാവധി എത്തി തീർന്ന ആ ലിസ്റ്റിൽ നിന്നും ഈ പറയുന്ന രീതിയിൽ ഫുള്ളായിട്ടൊരു കാലാവധി കൊണ്ട് എത്ര നിയമനങ്ങൾ നടന്നു. പിന്നെ ഏറ്റവും 14 ജില്ലകളിൽ ഇപ്പോഴുള്ള 14 ജില്ലകളുടെയും LPയുടെയും UPയുടെയും ലേറ്റസ്റ്റ് അഡ്വൈസ് സ്റ്റാറ്റസ്. അപ്പോൾ ഇതെല്ലാം ഓരോ കാര്യങ്ങളും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനനുസരിച്ച് നമുക്കറിയാം കട്ട് ഓഫ് കൂടും, കാര്യങ്ങൾ കൂടും. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരുപാട് കമൻറ്റുകളൊക്കെ വന്നു. ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ LPക്ക് കണ്ടമാനം അപേക്ഷകരുണ്ടായിരുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ കട്ട് ഓഫ് കൂടി. അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ജില്ല കൺസിഡർ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ്, നമ്മളൊരു ജില്ല മാറ്റി അപേക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കൊല്ലം ജില്ലക്കാരനാണ്, മലപ്പുറം ജില്ലയിലേക്ക് വന്ന് അപേക്ഷിക്കുമ്പോൾ മലപ്പുറം ജില്ലയിലേക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് നമ്മൾ പരിഗണിക്കണം.
നേരെ മറിച്ച് മലപ്പുറം ജില്ലയിൽ നിന്നിട്ട് മലപ്പുറം ജില്ലയിലേക്ക് അപേക്ഷിക്കുമ്പോൾ നമ്മൾ സ്വന്തം ജില്ലയിലേക്കാണ് അപേക്ഷിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ മറ്റൊരു ജില്ലയിലേക്ക് അപേക്ഷിക്കുമ്പോൾ ഒരുപാട് നമ്പറുള്ള വരുന്ന ഒരു ജില്ലയിലേക്ക് അപേക്ഷിച്ച് മത്സര നിലവാരം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടൊരു കാര്യമില്ല, നമ്മളും അതിൽ പെട്ടുപോകും. സ്വന്തം ജില്ലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ തെറ്റില്ല. നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ ആഫ്റ്റർ കൺഫർമേഷൻ, എത്ര പേര് എഴുതി എന്നുള്ളത്. ലാസ്റ്റ് ടൈം കട്ട് ഓഫുകൾ, ഇത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ചാണ് ഈ പറയുന്ന കട്ട് ഓഫുകൾ വന്നിട്ടുള്ളത്. ഇത്തവണ അങ്ങനെ തന്നെ ആയിക്കോളെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം ഇതേപോലെ തന്നെ ഒരുപാട് വേക്കൻസി വരുന്ന ജില്ലകളിലേക്ക് വെച്ച് മറ്റുള്ള ജില്ലകളിൽ നിന്നും അപേക്ഷിച്ച് ഇവിടെ വന്ന് പരീക്ഷ എഴുതി കൈ പൊള്ളിയ ആൾക്കാർ ഒരുപാടുണ്ട്. സ്വന്തം ജില്ലക്കാർ ഈ രീതിയിൽ നല്ല നിയമനം നടക്കുന്ന ജില്ലയാണ് വിട്ട് വേറൊരു ജില്ലയിലേക്ക് പോകണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. മറ്റുള്ള ജില്ലകളിൽ നിന്നും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മലപ്പുറത്തൊക്കെ നടന്നതുപോലെ തന്നെ തിരുവനന്തപുരം, കൊല്ലം അല്ലെങ്കിൽ ഒരുപാട് ഭാഗത്തു നിന്നുള്ള ആൾക്കാർ മലപ്പുറം ജില്ലയിലേക്ക് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? വളരെ വലിയൊരു കട്ട് ഓഫായി മാറി. അപ്പോൾ ആ ജില്ലക്കാർ വെക്കുന്നതല്ല, വേറെയുള്ള ജില്ലക്കാരൊക്കെ വെക്കുന്നതിന് മുമ്പ് അതിനു മുമ്പ് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളതെല്ലാം പരിശോധിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ മെയിൻ ലിസ്റ്റ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ജില്ലകളിലേക്കും എത്ര പേരെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് PSC വേറെ തീരുമാനിക്കും. അതും നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അതിന് മുൻപ് കാലാവധി എത്തിയുള്ള ലിസ്റ്റിൽ നിന്നും എത്ര നിയമനം നടന്നു, ലേറ്റസ്റ്റ് അഡ്വൈസ് സ്റ്റാറ്റസ്, ഇത്രയും കാര്യങ്ങൾ അവിടെ അടങ്ങിയിട്ടുള്ളതാണ് വീഡിയോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു ഭാഗം കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, പൂർണ്ണമായും ഈ വീഡിയോ കാണുക എന്നുള്ളത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ ചാർട്ടിൽ നോക്കുന്നത് 14 ജില്ലകളിലെയും കഴിഞ്ഞ, അതായത് 2019 നോട്ടിഫിക്കേഷൻ വന്ന് 2020 പരീക്ഷ നടന്നിട്ടുള്ള LPSTയുടെ 14 ജില്ലകളിലേക്കും വന്നിട്ടുള്ള നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ്, എത്ര പേര് കൺഫർമേഷന് ശേഷം പരീക്ഷ എഴുതാൻ സന്നദ്ധത അറിയിച്ചു, അതിനുശേഷം അവിടെ വന്നിട്ടുള്ള കട്ട് ഓഫ് ആണ് ആദ്യം നോക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ 2528 ആപ്ലിക്കേഷനുകളാണ് വന്നിട്ടുള്ളത്. LPSTക്കാണെന്ന് പ്രത്യേകം ഓർത്തു വെക്കണം. 2057 പേരെയാണ് പരീക്ഷ എഴുതാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് കൺഫർമേഷൻ കൊടുത്തത്, 42.33. കൊല്ലം 2400, ഏതാണ്ട് തിരുവനന്തപുരം കൊല്ലം ഒരേ ലെവലിൽ തന്നെയാണ് ആപ്ലിക്കേഷൻസ് വന്നത്. 2011 പേര് എഴുതി, 41.33. അപ്പോൾ കമ്പാരിറ്റീവ്ലി തിരുവനന്തപുരത്ത് കുറച്ചും കൂടി ഒരു മത്സരം നടന്നിട്ടുണ്ട്. ഇവിടെ നോക്കുക, 2057 പേര് എഴുതിയ പരീക്ഷ 2011, വലിയൊരു വ്യത്യാസമില്ല. എന്നിട്ട് ഒരു മാർക്ക് തിരുവനന്തപുരത്ത് കൂടി. ഒരേ പരീക്ഷയാണെന്നുള്ളത് ആലോചിക്കണം. ഒരേ പരീക്ഷയാണ് 42. അപ്പോൾ തിരുവനന്തപുരത്ത് കുറച്ചുകൂടി കോമ്പറ്റീഷൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. പത്തനംതിട്ട 1009, 878 പേരാണ് നമ്പർ ഓഫ് കൺഫർമേഷൻ കൊടുത്തത്, 30.67 കട്ട് ഓഫ്. താരതമ്യേന കുറവ് നിയമനങ്ങൾ നടക്കുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട, അതുകൊണ്ട് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസും കുറവായിരുന്നു. ആലപ്പുഴ 1446, 1230 പേര് എഴുതി, 30.67. കോട്ടയം 1232 പേര്, 1000 പേര് പരീക്ഷ എഴുതി, 28.33. ഇടുക്കി 909 പേരാണ് ആകെ ആപ്ലിക്കേഷൻ അയച്ചത്, 766 പേര് മാത്രമേ പരീക്ഷ എഴുതിയിട്ടുള്ളൂ, 26.67. ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫാണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കണം, കട്ട് ഓഫ് കുറഞ്ഞത് കൊണ്ട് മാത്രം ആ ജില്ലയെ സെലക്ട് ചെയ്യുന്നിടത്ത് കാര്യമില്ല. കാരണം ആ ജില്ലയിൽ അത്രത്തോളം മാത്രമേ നിയമനങ്ങൾ നടക്കുന്നുള്ളൂ എന്നുള്ളതും കൂടെ വായിച്ചെടുക്കേണ്ടതുണ്ട്. എറണാകുളം ജില്ലയിൽ 2356, 1874 പേരാണ് പരീക്ഷ എഴുതിയത്, 34. താരതമ്യേന തിരുവനന്തപുരം, കൊല്ലൊക്കെ വെച്ച് നോക്കുമ്പോൾ എറണാകുളത്ത് കോമ്പറ്റീഷൻ കുറവായിരുന്നു, പക്ഷേ അത്രത്തോളം തന്നെ നിയമനം നടക്കുന്നുള്ളൂ. തൃശ്ശൂർ 2390, 1928 പേരാണ് പരീക്ഷ ചെയ്തത്, 38 മാർക്കാണ് കട്ട് ഓഫ് വന്നത്. പക്ഷേ തൃശ്ശൂർ ജില്ല ഇത്തവണ LPക്കും UPക്കും നല്ല രീതിയിൽ നിയമനം നടക്കുന്ന ഒരു ജില്ലയാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി തിരുവനന്തപുരം, ഇതെല്ലാം നിങ്ങൾക്കുള്ളൊരു വഴിയാണ് കേട്ടോ, അതെല്ലാം നിങ്ങൾ കേൾക്കുക. തിരുവനന്തപുരം കൊല്ലത്തിനേക്കാൾ വളരെ കുറവുള്ളൊരു കോമ്പറ്റീഷനാണ്, 4 മാർക്കിൻ്റെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പാലക്കാട് 2258 പേര്, 2743 ആപ്ലിക്കേഷൻ ആയിരുന്നു, 41.3. എന്നിരുന്നാലും തിരുവനന്തപുരം ജില്ലയേക്കാൾ കൂടുതൽ പേര് പരീക്ഷ എഴുതി, എന്നിട്ട് പോലും 41.33. മലപ്പുറം 8900 പേര് അപേക്ഷിച്ചു, 7989 പേര്, ഏകദേശം 8000-ൻ്റെ അടുത്ത് പരീക്ഷ എഴുതി, 50 മാർക്ക് കട്ട് ഓഫ്. അപ്പോൾ ഇവിടെ നോക്കുക നമ്മൾ. അതിനുശേഷം സംസാരിക്കുന്ന കോഴിക്കോട് 3562, 3055 ആപ്ലിക്കേഷൻ, 46 മാർക്ക് കട്ട് ഓഫ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അപേക്ഷകൾ കൺഫർമേഷന് ശേഷം പരീക്ഷ എഴുതിയിട്ടുള്ളത് തീർച്ചയായിട്ടും മലപ്പുറം ജില്ലയിലാണ്. 8000 പേര് പരീക്ഷ എഴുതി. ബാക്കിയുള്ള ജില്ല, ഏറ്റവും തൊട്ട് താഴെ നിൽക്കുന്ന ജില്ലയായ കോഴിക്കോട് 3055 പേര് മാത്രം. അതുകൊണ്ടാണ് അവിടെ കട്ട് ഓഫ് ഇത്രയും ഉയർന്നു വന്നത് മലപ്പുറത്ത്. കോഴിക്കോടും കട്ട് ഓഫ് താരതമ്യേന മറ്റുള്ള ജില്ലകളേക്കാൾ 3000 പേരെ അപേക്ഷിച്ചത് പരീക്ഷ എഴുതിയത് കൊണ്ട് തന്നെ 46 മാർക്ക് കട്ട് ഓഫ് വന്നു. വയനാട് താരതമ്യേന
കുറവ് നിയമനം നടക്കുന്ന ജില്ലയാണ്. 1237, 1088 ആണ് കൺഫർമേഷന് ശേഷം 32.33. കണ്ണൂർ 2740, 2310, 37.33. സാമാന്യം ഇപ്പോൾ പാലക്കാടിൻ്റെ അടുത്തൊക്കെ ഉണ്ട്, പക്ഷേ കണ്ണൂർ ഇത്തവണ നിയമനങ്ങൾ കുറവാണ്. കാസർഗോഡ് 1951, 1719, 36.33. ഇവിടെ നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളാണ്. എത്ര പേര് പരീക്ഷ എഴുതി, എത്രയാണ്, എന്നിട്ടാണ് എത്ര മാർക്കാണ് കട്ട് ഓഫ് വന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായി എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ LPSTയുടെ ഒരു ജില്ല സെലക്ട് ചെയ്യുമ്പോൾ സാമാന്യം നിയമനം നടക്കുന്ന ജില്ലകളിലാണ് നിങ്ങൾ അധിവസിക്കുന്നതെങ്കിൽ, ഒരു ജനറൽ കാറ്റഗറി ആണെങ്കിൽ തീർച്ചയായിട്ടും അതേ ജില്ല ഓപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു ജനറൽ കാൻഡിഡേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു EWS കാൻഡിഡേറ്റ് ആണ്. ഇനി ജനറൽ കഴിഞ്ഞ ഈഴവയ്ക്കൊന്നും ഒരുപാട് സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാത്തൊരു വിഭാഗമാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ സാമാന്യം നിയമനം നടക്കുന്ന, ഈ വീഡിയോയിൽ തന്നെ നമ്മൾ നിയമനം കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, സാമാന്യം നിയമനം നടക്കുന്ന ജില്ലകളിൽ താമസിക്കുന്ന ഒരു ജനറൽ കാൻഡിഡേറ്റോ അല്ലെങ്കിൽ ഒരു ഈഴവ കാൻഡിഡേറ്റോ അല്ലെങ്കിൽ ഒരു EWS കാൻഡിഡേറ്റോ അല്ലെങ്കിൽ ഒരു OBC കാൻഡിഡേറ്റോ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം ജില്ല ഓപ്റ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും ഉചിതം എന്ന് പറയാനുള്ളത്. സ്വന്തം ജില്ലയിലേക്ക് അപേക്ഷിച്ചാൽ മതി. കാരണം സാമാന്യം നിയമനം നടക്കുന്ന ഒരു ജില്ലയാണ്. മറ്റൊരു ജില്ലയിലേക്ക് ആശ്രയിച്ച് പോയിട്ട് നമുക്ക് ഒരുപാട് സംവരണത്തിൽ ആനുകൂല്യം ഈ പറയുന്ന കാറ്റഗറിക്ക്, ജനറൽ, EWS, ഈഴവ, എന്തായാലും OBC ഒക്കെ കുറച്ചും കൂടി വ്യത്യാസം വരാറുണ്ട്. എന്നിരുന്നാലും OBC കൂടി ഞാനിവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന തിരുവനന്തപുരം ജില്ലയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലൊക്കെ തൃശ്ശൂർ ജില്ലകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ്. സാമാന്യം നിയമനം നടക്കുന്ന ജില്ലകളായതുകൊണ്ട് ഇവിടെയുള്ള ജനറൽ കാറ്റഗറിക്കാരെ മറ്റൊരു ജില്ലയിലേക്കോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു ഈഴവ കാറ്റഗറിക്കാരെ മറ്റൊരു ജില്ലയിലേക്കോ അപേക്ഷിക്കേണ്ട, അല്ലെങ്കിൽ ഒരു EWSകാരൻ മറ്റൊരു ജില്ലയിലേക്കോ അപേക്ഷിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല തന്നെ ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ അത് കിട്ടിയല്ലോ. ഇനി റിസർവേഷൻ അടിസ്ഥാനത്തിൽ മാറ്റം വരുന്നത് നമുക്ക് ഇവിടെ ഈ ഇത്തവണത്തെ അഡ്വൈസിൽ വരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ അവരോടുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതേപോലെ UPക്കും നമ്മൾക്ക് എത്ര ഈ പറയുന്ന രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം എത്ര അപ്ലിക്കേഷൻ വന്നു, എത്രയാണ് കട്ട് ഓഫ് വന്നതെന്നുള്ളത് പരിശോധിക്കാം. തിരുവനന്തപുരത്ത് 8703 പേര്, 7100 പേരാണ് പരീക്ഷ എഴുതിയത്, 61 മാർക്ക് കട്ട് ഓഫ്. കൊല്ലം 8515, തിരുവനന്തപുരത്തേക്കാൾ കൂടുതൽ പരീക്ഷ എഴുതി, തിരുവനന്തപുരത്തേക്കാൾ കൂടുതൽ കട്ട് ഓഫും ഉണ്ടായിരുന്നു കൊല്ലം. പക്ഷേ തിരുവനന്തപുരത്താണ് കൂടുതൽ നിയമനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട 2336 പേരാണ്, 2652 അപ്ലിക്കേഷൻ, 55 മാർക്ക് കട്ട് ഓഫ്. താരതമ്യേന നിയമനം കുറവ് നടക്കുന്നൊരു ജില്ലയാണ്. ആലപ്പുഴ 3554, 3154, 54.67. നിയമനം വളരെ കൂടുതലല്ല, കുറവുമല്ല. കോട്ടയം 3763, 3231, 55.67. കുറച്ച് നിയമനം നടക്കുന്ന ജില്ലയാണ്. ഇടുക്കി 2917, 2609, 50.33. കുറവ് നിയമനം നടക്കുന്ന ജില്ലയാണ്. എറണാകുളം 7262, 6384, 61.33. കുറവുമല്ല, കൂടുതൽ നടക്കുന്ന ജില്ലയല്ല. തൃശ്ശൂർ സാമാന്യം നിയമനം നടന്ന ജില്ലയാണ്. 7617 പേർ, 6597 പേരാണ്, 61. അപ്പോൾ എറണാകുളം തൃശ്ശൂരും ഒരേ രീതിയിലാണ് കട്ട് ഓഫും ഏകദേശം അപേക്ഷകരുടെ എണ്ണം ഒക്കെ വന്നിട്ടുള്ളത്. പക്ഷേ തൃശ്ശൂരാണ് കൂടുതൽ നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് 9166 പേർ, 8321 പേരാണ് പരീക്ഷ എഴുതിയത്, 60.33. ഇത്രയാൾ പോലും പരീക്ഷ എഴുതിയിട്ട് പോലും കട്ട് ഓഫ് നോക്കുക. 8321 പേര് പരീക്ഷ എഴുതി. ഈ പറയുന്ന അതുകൊണ്ടാണ് അവിടെ കട്ട് ഓഫ് ഒന്ന് കുറഞ്ഞത്. കാരണം കുറച്ചും കൂടി ആൾക്കാർ എഴുതി, പക്ഷെ മത്സരം ഇവിടുത്തെ അപേക്ഷ അതേ രീതിയിലുള്ള ഒരു മത്സരം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ എറണാകുളം, തൃശ്ശൂരൊക്കെ ഉള്ള ഒരു മത്സരം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് പേര് കൂടുതൽ പരീക്ഷ എഴുതി, കുറച്ച് പേരെ കൂടുതൽ ലിസ്റ്റിലിട്ടിട്ടുണ്ടാവും. 60.33 കട്ട് ഓഫ് വന്നത്. മലപ്പുറം ഒബ്വിയസ്ലി 23,000 അപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, 21,500 പേര്, 62. പക്ഷെ മലപ്പുറം എന്നിട്ട് പോലും 62 മാർക്കേ കട്ട് ഓഫ് വന്നു എന്നുള്ളതിൻ്റെ കാര്യം. ബാക്കിയുള്ള ജില്ലയിലൊക്കെ 300-400 പേരെ മെയിൻ ലിസ്റ്റിലിട്ടപ്പോൾ ഇവിടെ 1000 പേരെയാണ് മെയിൻ ലിസ്റ്റിലിട്ടത്. അതുകൊണ്ടാണ് 62 മാർക്കിലേക്ക് വന്നത്. എന്നാൽ LPയുടെ ഇത്രയൊക്കെ സംഭവിച്ചിട്ട് 1000 പേര് ഇട്ടിട്ട് പോലും 50 മാർക്ക് വന്നു. അവിടെ നല്ല രീതിയിലുള്ളൊരു മത്സരം തന്നെ ഉണ്ടായി എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. കോഴിക്കോട് 9861. മലപ്പുറം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ രീതിയിൽ ആപ്ലിക്കേഷൻ വന്നതും നല്ല രീതിയിൽ നിയമനം നടക്കുന്ന ജില്ലയായ കോഴിക്കോട് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടിയ കട്ട് ഓഫായ 66 മാർക്കാണ് വന്നത്. ഇത്തവണ അങ്ങനെ സംഭവിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. വയനാട് 3521, 3223 നമ്പർ ഓഫ് കൺഫർമേഷൻസ്, 53.33. കണ്ണൂർ 8303, 7300 പേര് പരീക്ഷ എഴുതി, ഉയർന്ന മറ്റൊരു കട്ട് ഓഫ് 65. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കണ്ണൂർ ജില്ലയിൽ ഇത്തവണ നിയമനങ്ങൾ വളരെ കുറവുമാണ്. കാസർഗോഡ് 6878, 6399, 61.67. കാസർഗോഡ് അത്യാവശ്യം നല്ല രീതിയിൽ LPയിലും UPയിലും
നിയമനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നിയമനങ്ങളുടെ കാര്യം നമുക്ക് നോക്കാം. ഇതിന് മുൻപ് അവസാനിച്ചിട്ടുള്ള ലിസ്റ്റും ഇപ്പോഴത്തെ അഡ്വൈസ് സ്റ്റാറ്റസും നോക്കിയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, ജനറൽ കാൻഡിഡേറ്റ് EWS ഈഴവ നല്ല രീതിയിൽ നിയമനം നടക്കുന്ന ഒരു ജില്ലയാണെങ്കിൽ അത് വിട്ടുപിടിക്കേണ്ട. ബാക്കിയുള്ള റിസർവേഷൻ കാറ്റഗറിക്കാർക്ക് പിന്നെ ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ താമസിക്കുന്ന മുസ്ലിം വലിയൊരു ആനുകൂല്യം റിസർവേഷനിൽ കിട്ടില്ല, പക്ഷേ മലപ്പുറം ജില്ലയിൽ സാമാന്യം നിയമനം നടക്കുന്ന ഒരു ജില്ലയായതുകൊണ്ട് അവിടെ തന്നെ ഓപ്റ്റ് ചെയ്താൽ മതി. ഇതേപോലെയുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ പറയുന്ന രീതിയിൽ അടുത്ത കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക നിങ്ങളെ സ്വന്തം. പിന്നെ നമുക്ക് ജില്ല മാറ്റി അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു കേസ് എന്ന് പറയുന്നത് റിസർവേഷൻ്റെ അടിസ്ഥാനത്തിലും ഇനിയിപ്പോൾ ജനറൽ ആണെങ്കിലും വിട്ടുപിടിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ജില്ല മാറ്റി അപേക്ഷിക്കുമ്പോൾ നമ്മൾ മറ്റൊരു ജില്ലയിൽ അപേക്ഷിച്ച് അവിടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ 5 കൊല്ലം നിർബന്ധമായും നമ്മൾ അവിടെ പണിയെടുക്കണം. 5 കൊല്ലം കഴിഞ്ഞാലും നമുക്ക് എലിജിബിലിറ്റി മാത്രമേ ആവുള്ളൂ. എന്ന് തിരിച്ച് പോരാം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. 5 കൊല്ലത്തിന് ശേഷം വേണമെങ്കിൽ സംഭവിക്കാതിരിക്കുക. ഏറ്റവും സീനിയർ മോസ്റ്റിനെ പിടിച്ചിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ന് കിട്ടുമെന്നുള്ളത് പറയാൻ പറ്റില്ല. ഇനി വരുമ്പോഴും ഏറ്റവും ജൂനിയർ മോസ്റ്റായിട്ട് നമ്മുടെ ജില്ലയിൽ വന്ന് ജോയിൻ ചെയ്യേണ്ടി വരും. ഈ പറയുന്ന കാര്യം വളരെ പ്രസക്തമായി ഓർത്ത് വയ്ക്കുക. നമ്മൾ മറ്റൊരു ജില്ലയിലേക്ക് അപേക്ഷ കൊടുത്താൽ ആ ജില്ലയിൽ തന്നെ നമ്മൾ പോയി വർക്ക് ചെയ്യേണ്ടി വരും. പല ആൾക്കാരും ഒരു ചോദിക്കുന്ന ചോദ്യം, ഞാൻ വേറൊരു ജില്ലയിലേക്ക് പോയി വെക്കുമ്പോൾ അവിടെ തന്നെ പോയി പരീക്ഷ എഴുതേണ്ട കാര്യമുണ്ടോ? അവിടെ ജോലി ചെയ്യാൻ സന്നദ്ധനായിട്ടാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പരീക്ഷ എഴുതാൻ എന്താ പ്രശ്നം? അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. മറ്റേത് 5-10 കൊല്ലത്തെ കാര്യമാണ്. അപ്പോൾ അതിന് സന്നദ്ധമായി എഴുതുമ്പോൾ ആ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. അപ്പോൾ അവിടെ എന്ന് പോരാൻ പറ്റും? വന്നാൽ തന്നെ ജൂനിയർ മോസ്റ്റായിട്ട് ജോയിൻ ചെയ്യേണ്ടി വരും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അതിനുശേഷം തീരുമാനമെടുക്കുക. പിന്നെ നമ്മളൊരു ജില്ലയുടെ ഒരു അതിർത്തി പ്രദേശത്തൊക്കെയാണ് നമുക്ക് തൊട്ടടുത്ത ജില്ല നല്ല രീതിയിൽ നിയമനം നടക്കുന്ന ജില്ലയാണ്. നമ്മൾ നിൽക്കുന്ന ജില്ലയേക്കാൾ നിയമനം നടക്കുന്ന ജില്ലയാണ്. അപ്പോൾ ജനറൽക്കാരോടും ബാക്കിയുള്ളവരോടും ഞാൻ പറയാണ്, അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ജില്ലയുടെ അതിർത്തി പ്രദേശത്താണ്, തൊട്ടടുത്ത് കിടക്കുന്ന ജില്ലയിൽ സാമാന്യം നല്ല രീതിയിൽ നമ്മുടെ ജില്ലയേക്കാൾ നിയമനം നടക്കുന്ന ഒരു ജില്ലയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്ത് പോയി വരാം. സ്വന്തം വീട്ടിൽ നിന്ന് പോയി വരാവുന്ന ഒരു ദൂരത്തിലേക്ക് ഏതെങ്കിലും ഒരു സ്കൂളൊക്കെ ഭാവിയിൽ കിട്ടാം. 1 വർഷം കൊണ്ടെങ്കിലും കിട്ടാം അല്ലേ? ട്രാൻസ്ഫർ ഉണ്ടാകുമ്പോൾ 5 കൊല്ലമൊന്നും കാത്തിരിക്കേണ്ട ട്രാൻസ്ഫറിന്. ആദ്യം കിട്ടുമ്പോൾ ഇപ്പോൾ എവിടെ കിട്ടുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതിനനുസരിച്ചൊക്കെ നമുക്ക് മാറി വരാം. നമുക്ക് യാത്ര ചെയ്ത് പോയി വരാവുന്ന ഒരു ഡിസ്റ്റൻസിലൊക്കെ മറ്റൊരു ജില്ലയിലേക്ക് പോകാൻ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും. ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന രീതിയിൽ അതിർത്തി പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതിർത്തിയൊന്നും അല്ലെങ്കിൽ പോലും നല്ല രീതിയിലുള്ള വാഹന സൗകര്യങ്ങളോ ട്രെയിൻ സൗകര്യങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പോയി വരാവുന്ന ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ആണെന്നുള്ളത് നിങ്ങൾ ഇരിക്കുന്ന ഭാഗത്ത് നിന്ന് അറിയാം. ഇപ്പോൾ കൊല്ലം ജില്ലക്കാർക്ക് ഒരുപാട് ട്രെയിനുകൾ ഉള്ളതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിലേക്ക് പോവാം. അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലെ അതിർത്തിയിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് മലപ്പുറം ജില്ല നല്ല നിയമനങ്ങൾ നടക്കുന്ന ജില്ലയാണ്, അങ്ങോട്ട് നോക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് സാധ്യമാണ്. അപ്പോൾ ഞാൻ എന്നോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ അവരുടെ നേറ്റീവ് ഡിസ്ട്രിക്റ്റ് ആദ്യം ചോദിക്കും. അതിനനുസരിച്ചാണ് ഞാൻ അവർക്ക് ഈ പറയുന്ന രീതിയിലൊരു സജഷൻ കൊടുക്കാറുള്ളത്. സജഷൻ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ നോക്കുന്നത് ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെയല്ല, 2021 ഡിസംബർ മാസത്തിലും 2022 ജനുവരി മാസത്തിലുമാണ് നമ്മളുടെ LP UP ലിസ്റ്റുകൾ ഇതിനു മുൻപ് തീർന്നിട്ടുള്ളത്. അന്ന് ഓരോ ജില്ലയിൽ നിന്നും LP UPയിൽ എത്ര നിയമനങ്ങൾ നടന്നു എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിയമന നില ഇപ്രാവശ്യത്തല്ല, അതിന് മുമ്പത്തെ പ്രാവശ്യത്തെയും കൂടി ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ടോട്ടൽ LPന്ന് 6248 പേർക്കാണ് അഡ്വൈസ് കിട്ടിയത്. UPയിൽ നിന്ന് 4188 പേർക്ക് നല്ല രീതിയിലുള്ള ഒരു നിയമനം നടന്നിട്ടുണ്ട് ആ പ്രാവശ്യം. ആലോചിക്കുക, നമ്മൾ മറ്റുള്ള തസ്തികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും നിയമനങ്ങൾ നടക്കുന്നു. ഏതാണ്ട് 10,000-ൽ പുറം നിയമനങ്ങൾ നടക്കുന്നു. LDCക്ക് പോലും ഒരു 10,000-15,000 ഇടയിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും നിയമനങ്ങൾ നടക്കുന്ന വളരെ സാധ്യതയുള്ള ഒരു പരീക്ഷയാണ് നമ്മുടെ LP UP എന്നുള്ളത് തിരിച്ചറിയുക. തിരുവനന്തപുരത്ത് ഈ 2021-2022 അവസാനിച്ച ലിസ്റ്റിൽ LPയിൽ 612 പേരും UPയിൽ 400 പേരും അപ്പോയിൻറ്റഡായി. സാമാന്യം നല്ല രീതിയിലുള്ള നിയമന സംഖ്യ തന്നെയാണ്. കൊല്ലം LPയിൽ 500-ൻ്റെ അടുത്ത് വന്നു, UP 376. അവിടെയും സാമാന്യം നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. ആലപ്പുഴ LPയിൽ നല്ല രീതിയിലുള്ള നിയമനങ്ങൾ നടന്നു, 433 നിയമനങ്ങൾ നടന്നു. UPയിൽ 184 നിയമനങ്ങൾ മാത്രമാണ് നടന്നത്. താരതമ്യേന വളരെ ഉയർന്നൊരു സംഖ്യയല്ല UPയിൽ. LP നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. പത്തനംതിട്ട LP 288. ഇത്രയൊന്നും സംഖ്യ ഇല്ലെങ്കിലും സാമാന്യം മോശമില്ലാത്ത സംഖ്യയാണ്. 117 UPST. കോട്ടയം 305 നിയമനങ്ങൾ LPSTയിൽ. അപ്പോൾ LP ഒക്കെ കൺസിഡർ ചെയ്യുന്ന സ്വന്തം ഈ പറയുന്ന ജില്ലക്കാർക്ക്, വലിയ റിസർവേഷൻ ആനുകൂല്യമില്ലാത്ത ജില്ലക്കാർക്ക് ഇവിടെ തന്നെ അപേക്ഷിക്കാവുന്നതാണ്. പക്ഷേ UP കോട്ടയം അബദ്ധവും 84 അപേക്ഷകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ തൊട്ടടുത്ത ജില്ലകളെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ജനറലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ
റിസർവേഷനുള്ള ആൾക്കാരാണെങ്കിൽ തൊട്ട് ഈ പറയുന്ന രീതിയിൽ നിയറസ്റ്റ് വരുന്ന ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കാറ്റഗറി, അത് നമുക്കിപ്പോൾ അടുത്ത സ്ലൈഡിൽ നിന്ന് കിട്ടും, എങ്ങനെ നോക്കിയിട്ട് നമുക്ക് അപേക്ഷിക്കാം എന്നുള്ളത് മനസ്സിലാക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു സൂത്രവാക്യം. ഇപ്പോൾ കോട്ടയം ജില്ലയിൽ 84 അപേക്ഷകളേ ഉള്ളൂ എന്ന് പറയും, 84 പേർക്ക് അഡ്വൈസ് കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ വളരെ മോശമായി നടക്കുന്ന നിയമനം നടക്കുന്ന ജില്ലയാണ് UPSCയെ സംബന്ധിച്ച്. അപ്പോൾ അവിടുത്തെ ജനറൽ കാറ്റഗറിക്കാർക്ക് തൊട്ടടുത്ത ജില്ലകളിലേക്ക് നോക്കാം. അവിടെ റിസർവേഷൻ ആനുകൂല്യമുള്ള ആൾക്കാർക്ക് കുറച്ച് അങ്ങോട്ട് 1-2 ജില്ലകൾ മാറ്റിയിട്ടും വേണമെങ്കിൽ അപേക്ഷിക്കാൻ നോക്കാം. കുറച്ചുകൂടി സാധ്യതകൾ നമുക്ക് വികസിപ്പിക്കാൻ പറ്റും. എറണാകുളം LPയിൽ നല്ല രീതിയിലുള്ള നിയമനങ്ങൾ നടന്നു, 473, നല്ല സംഖ്യയാണ്. UPയിൽ മോശമല്ലാത്തൊരു ഫിഗർ 221. ഇടുക്കി 225 പേര് LP, പക്ഷെ അത്രയും അപേക്ഷകർ തന്നെ അവിടെ വരാറുള്ളൂ. നേരത്തെ ഇതിൽ നമ്മൾ കണ്ടൂല, LPയിലൊക്കെ ഇതിന് ശേഷം നടന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ അത്ര അപേക്ഷകളെ വന്നിട്ടുള്ളൂ. എന്നിട്ട് പോലും 225 നമ്പർ ഇവിടെ നോക്കുക. നമ്മൾ LPയുടെ നമ്മളിവിടെ പറഞ്ഞപ്പോൾ ഈ 2020 പരീക്ഷ നടന്ന നമ്മൾ എത്ര പേരാണ് ഇടുക്കിയിൽ? ആകെ 766 പേരാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ ഇത് ഇവിടെ കാണിക്കുന്നത് ആ ലിസ്റ്റിൽ നിന്ന് അപ്പോയിൻറ്റഡ് ആയിട്ടുള്ളതല്ല, അതിന് മുമ്പത്തെയാണ്. എന്നിരുന്നാൽ പോലും ഏകദേശം അതിന് മുമ്പേ അത്ര തന്നെ ആൾക്കാരാണ്. അന്ന് കേട്ടിട്ട് വേണ്ട എന്നുള്ള പ്രത്യേകത കൊണ്ട് കുറച്ചുകൂടി അപ്ലിക്കേഷൻ വന്നിട്ടുണ്ടാവും. എന്നിരുന്നാലും ഇത്രയൊക്കെ തന്നെ അപ്ലിക്കേഷൻ ഉണ്ടാവുള്ളൂ. ഈ പറയുന്ന 1000 നിന്നും 225 ആൾക്കാർക്ക് അഡ്വൈസ് കിട്ടി, 4 ഒരാൾക്ക് ജോലി കിട്ടി എന്നുള്ളതാണ് പ്രത്യേകത. UPSCയിൽ 141, അത്ര വലിയൊരു സംഖ്യയല്ല. തൃശ്ശൂർ 305, 208. പാലക്കാട് LPയിൽ നല്ല രീതിയിൽ നിയമനങ്ങൾ അതിന് മുമ്പ് നടന്നു, ഇത്തവണ അത്രത്തോളം അങ്ങ് എത്തിയിട്ടില്ല. UPയിൽ നിയമനങ്ങൾ നല്ല രീതിയിൽ പാലക്കാട് നടന്നു, 455, 533, നല്ല സംഖ്യ. മലപ്പുറം റെക്കോർഡാണ്, 1181 പേര് LPSTയിൽ. UPയിലും റെക്കോർഡാണ്, 980 പേര്. ഇത്തവണ UP ഒക്കെ അത്രയും വരുമെന്നുള്ളത് സംശയമാണ്. LP എന്തായാലും ഇതേ രീതിയിൽ തന്നെ ഫുൾ ലിസ്റ്റ്, മെയിൻ ലിസ്റ്റ് മുഴുവൻ അബ്സോർബ്ഡായി പോകും. കോഴിക്കോട് 392, 239. കോഴിക്കോട് LPയിൽ ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ആൾ ഇത്തവണ അപ്പോയിൻറ്റഡ് ആവാം. UPSTയിലും ഇതിനേക്കാൾ ഓൾറെഡി ഏകദേശം ഇതേ സംഖ്യ ഇത് ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട് ഇത്തവണ UPയിൽ. ഇത് അതിന് മുമ്പത്തെ ലിസ്റ്റാണ്. വയനാട് 330, 233. പക്ഷേ വയനാട് ഇത്തവണ നിയമനങ്ങൾ വളരെ കുറവാണ്. കണ്ണൂർ 427, 305. കണ്ണൂരും ഇത് അതിന് മുമ്പത്തെ ലിസ്റ്റാണ്. കണ്ണൂരും പക്ഷേ ഇത്തവണ നിയമനങ്ങൾ കുറവാണ്. കാസർഗോഡ് 252, 275. പക്ഷേ ഇത്തവണ ഏകദേശം ഇതിലും കൂടുതൽ നിയമനങ്ങൾ നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. നിയമനം നടക്കുന്നത് ഇതിന് മുൻപ് നടന്നത്, ഇപ്പോൾ ലിസ്റ്റ് ആക്റ്റീവായിട്ടുള്ള ലിസ്റ്റ് അല്ല, ഇതിന് മുൻപ് അവസാനിച്ച ലിസ്റ്റിൻ്റെ അവസാനത്തെ കണക്കാണ്. അതുകൂടി ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ പരമാവധി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ട് പ്രയോജനപ്പെടുത്തി നിങ്ങളുടേതായ ഒരു പ്രിഫറൻസ് കാര്യങ്ങൾ, അതിനുള്ള റൂട്ട് കാര്യങ്ങൾ എനിക്ക് വഴി വെട്ടിത്തരാൻ മാത്രമേ പറ്റുള്ളൂ. പിന്നെ അതിനനുസരിച്ച് നടന്നു പോകേണ്ട ആൾക്കാർ നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിൽ മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, വളരെ ഇതായിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. ഇതിനോടൊപ്പം നോട്ടിഫിക്കേഷൻ വന്ന സമയമാണ്. വളരെയധികം കൃത്യമായൊരു സ്ട്രാറ്റജിയോട് കൂടി പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുള്ളൂ. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ LP UPയുടെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞു അല്ലേ. ഇത്രയും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടൊക്കെ വന്ന് നിർബന്ധമാക്കിയ പരീക്ഷയില്ല. അപ്പോൾ കട്ട് ഓഫ് ഒന്നും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വലിയ, അതിന് മുമ്പത്തെ ഇപ്പോൾ നമ്മളിവിടെ അവസാനിച്ച ലിസ്റ്റിൻ്റെ ഈ പറയുന്ന കണക്ക് വന്ന ലിസ്റ്റിൻ്റെ അത്രയൊന്നും കട്ട് ഓഫ് ഒന്നും വരില്ല എന്നൊക്കെ പറഞ്ഞു. കോവിഡ് വന്നു, ഓഫ്ലൈൻ സ്റ്റഡി സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും വളരെ കട്ട് ഓഫിൽ മാറ്റമുണ്ടായി. കാരണം നമ്മളെപ്പോലുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു, അതിൽ ധാരാളം പേര് പ്രയോജനപ്പെടുത്തി. കഴിഞ്ഞ LP UPയിൽ നമുക്ക് 730 ഉദ്യോഗാർത്ഥികൾ നമ്മുടെ റാങ്ക് ലിസ്റ്റിൻ്റെ മുൻനിരയിലെത്തി. അപ്പോൾ അതുപോലെ പല ഭാഗത്തും പഠിച്ച് നല്ല രീതിയിലേക്ക് ആൾക്കാർ വന്നു. അതുകൊണ്ട് കട്ട് ഓഫും കൂടി. ഇത്തവണ ഇതൊന്നും ആയിരിക്കില്ല സ്ഥിതി. LPയിലും UPയിലും മത്സരം കനക്കും. LPയിലും നന്നായിട്ട് മത്സരം കനക്കും. UP ഒക്കെ മത്സരത്തിൻ്റെ പൊടി പാറും എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയുകയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും, അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ജില്ലകളൊക്കെ ഏതൊക്കെ ജില്ല എങ്ങനെയൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ ഓരോ കാര്യങ്ങളായിട്ട് നമ്മളിവിടെ നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നത്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഈ പറയുന്ന രീതിയിൽ നോട്ടിഫിക്കേഷൻ വന്നതിനോടനുബന്ധിച്ച് നമ്മുടെ പുതിയൊരു ബാച്ച് LPST UPST ബാച്ച്, അവസാനത്തെ ഒരു ലോങ് ടേം ബാച്ച് എന്ന് തന്നെ നമുക്ക് പറയാം. ഇതിൻ്റെ പിന്നാലെ തന്നെ നമുക്ക് എന്ന് എക്സാമിനേഷൻ നടക്കും എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ജൂൺ ടു ഓഗസ്റ്റിൻ്റെ ഉള്ളിൽ പരീക്ഷ നടക്കാനുള്ള സാധ്യത ഉണ്ട്. ഈ വരുന്ന 2 ദിവസത്തിനുള്ളിൽ തന്നെ PSC അതിൻ്റെ ടെൻറ്റേറ്റീവ് കലണ്ടറൊക്കെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ കൃത്യമായൊരു സ്ട്രാറ്റജി, കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു സ്ട്രാറ്റജിയിലൂടെ പഠിച്ചത് കൊണ്ടാണ് 730 ഉദ്യോഗാർത്ഥികൾക്ക് LP UPയിൽ നമ്മളെ റാങ്ക് ലിസ്റ്റിന് മുൻനിരയിൽ എത്താൻ സാധിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ HSTയിൽ 200-ലധികം ഉദ്യോഗാർത്ഥികൾ നമ്മുടെ HST പരീക്ഷകളിലും മുൻനിര റാങ്കുകളിലെത്തി. അപ്പോൾ ഇവിടെ അവർക്ക് കൃത്യമായൊരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പഠിക്കാമെന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത.
ഒരു ദിവസം നമ്മൾ പഠിക്കാനുള്ള ടൈം ടേബിളുകൾ നിങ്ങൾക്ക് തരും. പ്രസ്തുത ക്ലാസ്സുകൾ നിങ്ങൾ ഈ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളുടെ ഭാഗത്ത് പോയി കാണുക. ഒന്നിൽ കൂടുതൽ ആവർത്തി കാണാം. നമുക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് 1, 2, 3 പ്രാവശ്യം കാണാൻ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാം. ഇങ്ങനെ ഓരോ ദിവസവും പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ തരും. അത് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ പോയി കാണുക. അതിൻ്റെ മനോഹരമായ PDF നോട്ടുകൾ തരും. ഓരോ ദിവസം നിങ്ങൾ പഠിച്ചത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ഈ പറയുന്ന ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ എങ്ങനെയാണ് എന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഓരോ ദിവസവും പരീക്ഷകളുണ്ടായിരിക്കും. ഇവിടെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പരീക്ഷകൾ നടത്തുന്നത്. ഒരാഴ്ച നമ്മുടെ ടൈം ടേബിൾ പിന്നിടുമ്പോൾ ഇതേപോലെ തന്നെ ആ ആഴ്ച പഠിച്ച എല്ലാ ഭാഗത്തെയും സബ്ജക്ട്സിൻ്റെയും കാര്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ക്ലാസ്സുകൾ ഈ പറയുന്ന രീതിയിൽ എക്സാമിനേഷൻ നടത്തുന്നു. ഇവിടെയും പരമാവധി ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് പോകാം എന്നുള്ളതാണ് നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ചോദ്യങ്ങൾ കിട്ടും, ആൻസർ ചെയ്യാം, പഠിക്കാം. ഈ രീതിയിൽ കറക്റ്റ് സ്ട്രക്ചറോട് കൂടിയിട്ടാണ്. അതിന് പുറമെ നമുക്കറിയാം, നമുക്ക് ഇംഗ്ലീഷ്, മാത്സ്, സൈക്കോളജി, അവിടെയൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയകളാണ്. അവിടെയൊക്കെ ചാപ്റ്റർ വൈസ്, സബ്ജക്റ്റ് വൈസ് എക്സാമിനേഷൻസ് പ്രത്യേകമായി തരും. ഇതിന് പുറമെ നമ്മൾക്ക് കൃത്യമായി നിങ്ങൾക്കുള്ളൊരു മെൻറ്റർ സപ്പോർട്ട്, ഇതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് തരുന്ന കാര്യങ്ങളാണ്. ഇതിന് പുറമെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. മെൻറ്റർ സപ്പോർട്ട് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്കൊരു ഓരോ ബാച്ചിനും ഒരു കോർഡിനേറ്റർ ഉണ്ടാവും. അതിന് പുറമെ മെൻറ്റർ എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾക്ക് സമീപിക്കാം. ഇതിന് പുറമെ നമ്മൾ SCERT ക്ലാസ്സുകളൊക്കെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോക്കി പഠിക്കാം. NCERT, SCERT ക്ലാസ്സുകൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ മോഡൽ എക്സാമിനേഷൻ, പ്രീവിയസ് എക്സാമിനേഷൻ, മുഴുവൻ മുൻകാല ചോദ്യപേപ്പറുകൾ, നിരവധി മാതൃകാ പരീക്ഷകൾ. ഈ പറയുന്ന പരീക്ഷകൾക്കെല്ലാം കൃത്യമായ അനലിറ്റിക്സ് ഉണ്ടാവും. എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തു, എത്ര എണ്ണം ശരിയായി, എത്ര സമയം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്, ആ പറയുന്ന പരീക്ഷയിൽ ഒരു ആവറേജ് മാർക്ക് എന്താണ്, ടോപ്പർക്ക് കിട്ടിയ മാർക്ക് എന്താണ്, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എന്താണ്, കമ്പാരിസൺസ്, എല്ലാ അനലറ്റിക്സോടും കൂടിയിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ വരുന്നത്. കൃത്യമായൊരു സ്ട്രാറ്റജിയോട് കൂടിയിട്ടുള്ള ഒരു പഠനമാണ് ഇവിടെ നടക്കുന്നത്. ഈ പറയുന്ന സിലബസ് നമ്മൾ 120 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരും. അതിനുശേഷം റിവിഷൻസ് നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തരും. അതിനനുസരിച്ച് പഠിച്ച് സ്ട്രാറ്റജിയോടുകൂടി, കാരണം ഞാൻ പറഞ്ഞു നല്ല രീതിയിൽ ഇത്തവണ ഒരു മത്സരം ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി ഫുൾ സന്നദ്ധരായി ഇറങ്ങിയേ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി പ്രൊപ് സ്കെയിലിൽ 32ാമത്തെ ബാച്ച് ആരംഭിക്കുകയാണ്. എല്ലാ ആൾക്കാരും, താല്പര്യപ്പെടുന്ന ആൾക്കാർക്കെല്ലാം താഴെ കാണുന്ന നമ്പറുകൾ വിളിക്കാം. കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ മൂവിങ് ടു ദ ലേറ്റസ്റ്റ് അഡ്വൈസ് സ്റ്റാറ്റസിലേക്ക് വന്നിരിക്കുകയാണ്. ആദ്യം നമുക്ക് LP പറയാം, എന്നിട്ട് UP പറയാം. ഇവിടെ ആദ്യം UP ആണ് കടന്നിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ LPയിലേക്ക് മാറ്റിയത്. അപ്പോൾ നോക്കുക, ഓരോ ജില്ലയിലെയും ഇവിടെയാണ് റിസർവേഷൻ കാൻഡിഡേറ്റ്സ് ശ്രദ്ധിക്കേണ്ടത്. ഒരു ആൾക്കാരുടെ കോളം, ഇപ്പോൾ LCAI എന്ന് പറയുമ്പോൾ LCAIയുടെ കോളാണ് ഈ താഴേക്കാൻ കിടക്കുന്നത്. അപ്പോൾ 14 ജില്ലകൾ നിങ്ങൾക്ക് ഒറ്റ കോളത്തിൽ നോക്കി മനസ്സിലാക്കാം. ഏതെങ്കിലും ഭാഗത്ത് സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ധീവര കാൻഡിഡേറ്റ് ആണെങ്കിൽ ധീവര കാൻഡിഡേറ്റിൻ്റെ ലിസ്റ്റ് ഇതാണ് താഴേക്ക് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എവിടെയാണോ ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളത് പ്രത്യേകം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മാർഗത്തിലാണ് നമ്മളതെല്ലാം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ തിരുവനന്തപുരം ജില്ല 31/5/2022, എല്ലാ ജില്ലകളിലെയും LPയുടെ ലിസ്റ്റ് വന്നിട്ടുള്ളത് 31/5/2022 31/5/2025 ഈ ലിസ്റ്റ് തീരും. അതിനുശേഷം നമ്മളിപ്പോൾ നിങ്ങൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റാണ് വരിക. അങ്ങനെ 14 ജില്ലകളുടെയും തിരുവനന്തപുരം ജില്ല നോക്കുക, 425 ആളാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. കൊല്ലത്ത്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു എത്ര പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര നിയമനങ്ങൾ നടക്കുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. കൊല്ലത്ത് 431, ആലപ്പി 375, പത്തനംതിട്ട 286, കോട്ടയം 290, ഇടുക്കി 291, 365 പേരാണ് എറണാകുളത്ത് ഉൾപ്പെടുത്തിയത്. തൃശ്ശൂർ 445 ആരുണ്ട്, പാലക്കാട് 434, മലപ്പുറം 987, കോഴിക്കോട് 398, വയനാട് 391, കണ്ണൂർ 391, കാസർഗോഡ് 598 പേരെ LPയിൽ മെയിൻ ലിസ്റ്റിൽ ചേർത്തു. അതിനനുസരിച്ചാണ് സപ്ലിമെൻ്ററി ലിസ്റ്റുകൾ വരിക. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംശയമൊന്നുമില്ല 987. പിന്നെ കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. പിന്നെ തൃശ്ശൂർ 445, തിരുവനന്തപുരം. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ജില്ലകൾ നോക്കുമ്പോൾ നമുക്ക് മലപ്പുറം, കാസർഗോഡ്, ആ നമ്പറിലേക്ക് വേറെ ഒന്നും വന്നിട്ടില്ല. പിന്നെ ഒരു 400 വരുന്നതാണ് തിരുവനന്തപുരം, കൊല്ലം, പിന്നെ നമ്മുടെ തൃശ്ശൂർ, പാലക്കാട്, ഏതാണ്ട് കോഴിക്കോട്, വയനാടും 400-ൻ്റെ അടുത്തുണ്ട്, കണ്ണൂർ. പക്ഷേ വയനാടൊക്കെ നിയമനങ്ങൾ മോശമാണ്, കണ്ണൂർ. ഇനി ടോട്ടൽ അഡ്വൈസുകൾ നമുക്ക് പറയാം. ഇത്ര ആളെ ഉൾപ്പെടുത്തിയിട്ടുള്ള മെയിൻ ലിസ്റ്റിൽ. അതിന് പുറമെ സപ്ലിമെൻ്ററി ലിസ്റ്റുണ്ട്. 358 പേരുടെ നിയമനങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ നടന്നു ഇതുവരെ നല്ല നിയമനങ്ങൾ സംഖ്യ തന്നെയാണ്. കൊല്ലത്തും LPയിൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ട് 314. ആലപ്പി താരതമ്യേന അപേക്ഷകരുടെ നമ്പറും കുറവാണ്, അത് വെച്ച് നോക്കുമ്പോൾ 164, മോശമല്ലാത്തൊരു സംഖ്യയാണ്. പത്തനംതിട്ട മോശമല്ലാത്ത സംഖ്യ, അതിലും മോശമല്ലാത്തൊരു സംഖ്യയിലേക്ക് LPയിലേക്ക് എത്തിയിട്ടുണ്ട്. 202 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. കോട്ടയം അഡ്വൈസ് മോശമാണ് 119.
ഇടുക്കി അഡ്വൈസ് വളരെ മോശമാണ് 67. എറണാകുളം അഡ്വൈസ് അത്യാവശ്യം അപ്ലിക്കേഷൻസ് ഒക്കെ വന്നിട്ടു, എന്നിട്ട് പോലും എറണാകുളത്തെ നിയമനം മോശമാണ്. തൃശ്ശൂർ 445 പേര് അപേക്ഷിച്ചു 342. നല്ല രീതിയിലുള്ള അപേക്ഷയും വന്നിട്ടുണ്ട്, നല്ല രീതിയിലുള്ള നിയമനം നടക്കുന്നുണ്ട്. പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യത്തെ എത്രയൊന്നും അങ്ങോട്ട് എത്തിയിട്ടില്ല. ഞാൻ ഇതിന് മുൻപ് കാണിച്ച അതിൽ നല്ല രീതിയിലുള്ള നിയമനങ്ങൾ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഇതിന് മുൻപ് അവസാനിച്ച ലിസ്റ്റ് ഡാറ്റ നമ്മൾ പറഞ്ഞപ്പോൾ പാലക്കാട് ജില്ലയിൽ 533 നിയമനങ്ങൾ നടന്നു LPയിൽ. പക്ഷെ ഇത്തവണ 211, കുറച്ച് വേഗത കുറവാണ്. മലപ്പുറം 1000 4 സംഖ്യയിലേക്ക് അങ്ങ് ടച്ച് ചെയ്തു. 987 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1000 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നൊക്കെ ആളെ എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 1000. ഇപ്പോഴും ലിസ്റ്റ് അവസാനിച്ചിട്ടില്ല. പക്ഷേ ഈ വർഷം വരുന്ന വേക്കൻസിയോടുകൂടി മെയിൻ ലിസ്റ്റിലെ മുഴുവൻ ആൾക്കാരെ ഇപ്പോൾ 820 വരെ എത്തിയിട്ടുണ്ട് മെയിൻ ലിസ്റ്റ് OC. അത് ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്യും എന്നുള്ളത് യാതൊരു സംശയമില്ല. കോഴിക്കോട് നല്ല രീതിയിൽ നിയമനം നടക്കുന്ന ഒരു ജില്ലയാണ്. 398, 389 പേര് ടോട്ടൽ അഡ്വൈസ്ഡായി. വയനാട് 66 മോശമാണ്, 391 പേരുണ്ട്, എന്നിട്ട് 66 ആൾ. കണ്ണൂർ നിയമനം മോശമുള്ള മറ്റൊരു ജില്ലയാണ്, 391, 108, 598, 324. അപ്പോൾ കാസർഗോഡ് നല്ല രീതിയിലുള്ള അപേക്ഷകളും ഉണ്ടായിരുന്നു, നല്ല രീതിയിലുള്ള LPയിൽ നിയമനങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും മലപ്പുറം ജില്ലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നത്, 1000. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോട് 389, കാസർഗോഡ് 324, തൃശ്ശൂർ 342, കൊല്ലം, തിരുവനന്തപുരം ഈ ജില്ലകളിലൊക്കെയാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നിട്ടുള്ളത്. ഇതും പിന്നെ ഇതിന് മുൻപ് അവസാനിച്ചിട്ടുള്ള ലിസ്റ്റും കൂടിയും വെച്ചൊന്ന് കമ്പയർ ചെയ്യുക. LPയുടെ കാര്യങ്ങൾ, നിങ്ങൾ ഏത് കാറ്റഗറിയാണ്, നിങ്ങൾ ഏത് ജില്ലയാണ്, നിങ്ങൾ ഏത് വിഭാഗമാണ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ ഇവിടെ പരിശോധിക്കാം. ഇനി ഓപ്പൺ ഞാൻ പറഞ്ഞു, ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. നല്ല രീതിയിൽ നിയമനം. അപ്പോൾ തിരുവനന്തപുരം ജില്ലക്കാരൻ വേറൊരു ജില്ലയിലേക്ക് അപേക്ഷിക്കേണ്ട കാര്യമില്ല. കൊല്ലം ജില്ലയിലേക്ക് വേണമെങ്കിൽ നോക്കാമെന്ന് മാത്രം, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഒരേ രീതിയിലുള്ള അപേക്ഷകരുടെ നമ്പർ ഒരേ രീതിയിൽ തന്നെയാണ് ഏകദേശം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് മെയിൻ ലിസ്റ്റിലേക്ക്. അപ്പോൾ അതേ ജില്ലയിലേക്ക് അപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. മലപ്പുറം ജില്ലയിൽ അധിവസിക്കുന്ന ഒരാൾക്ക് അവിടെ തന്നെ കൊടുക്കുകയാണ് നല്ലത്. കോമ്പറ്റീഷൻ ഉണ്ടാവും, എന്നിരുന്നാലും വേറൊരു ജില്ലയിലേക്ക് പോയിട്ട് എവിടെ പോയാലും കോമ്പറ്റീഷൻ ഉണ്ടാവും, അത് വേറൊരു കാര്യം. കോഴിക്കോട് ജില്ലക്കാരെ ഇപ്പോൾ ഈ പറയുന്ന EWS, അതുപോലെ തന്നെ നമ്മുടെ ജനറൽ, അതുപോലെ ഈഴവ ഒക്കെ അവരവരുടെ ജില്ലകളിൽ തന്നെ ഇതാക്കിയാൽ മതി. അതാണ് OC. ഈഴവ വലിയ ഇപ്പം നമുക്ക് നോക്കാം, OC 233 ഈഴവ വിത്തിന് OC തന്നെയാണ്. കണ്ടോ, തിരുവനന്തപുരം ജില്ലയിൽ 245, കൊല്ലം 298. കുറച്ച് ഡിഫറൻസ് ഈഴവയ്ക്ക് കൊല്ലത്ത് കിട്ടിയിട്ടുണ്ട്. ആലപ്പുഴ 164, 134 OC, 143, വലിയൊരു വ്യത്യാസമില്ല. പത്തനംതിട്ട 171, 178, കോട്ടയം 86, 106, ഇടുക്കി 44, 51. ഞാൻ ഈഴവയും OCയും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്, അത് നിങ്ങൾ തന്നെ പരിശോധിക്കുക. 71, 76, 274, 275, വലിയൊരു വ്യത്യാസമില്ല. പാലക്കാട് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. മലപ്പുറത്തൊന്നും വ്യത്യാസമില്ല. 305, 311 വ്യത്യാസമില്ല. വയനാട് വ്യത്യാസമില്ല. കണ്ണൂരില്ല, കാസർഗോഡില്ല. അപ്പോൾ വ്യത്യാസം ആകെ കൊല്ലം മാത്രമാണ് നമുക്ക് പറ്റിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളെ സ്വന്തം ജില്ല തന്നെയാണ് ഈഴവ. ഇനി SC നോക്കുക. തിരുവനന്തപുരം ജില്ലക്കാരൻ SC വേറെ എവിടേക്കും പോകണ്ട. കാരണം SC 48, സപ്ലിമെൻ്ററി ലിസ്റ്റ് 48 എടുത്തിട്ടുണ്ട്, 48. കൊല്ലം വേറെ ജില്ലയിൽ നോക്കണ്ട, SC കൊല്ലം ജില്ല തന്നെ. SL 21. ആലപ്പുഴ മോശമാണ്, 299 എത്തിയിട്ടുള്ളൂ, 164. OC 134 എത്തിയപ്പോൾ 299, അത്ര വലിയൊരു ഡിഫറൻസ് ഇല്ല. പത്തനംതിട്ട സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, 171. പത്തനംതിട്ട SCക്കാർ അവിടെ തന്നെ കൊടുത്താൽ മതി. ഇനി ഇവിടെ ആലപ്പുഴ ജില്ലക്കാരൻ എന്ത് ചെയ്യാം, വേണമെങ്കിൽ കൊല്ലമോ തിരുവനന്തപുരമോ കൺസിഡർ ചെയ്യാം. നല്ല രീതിയിൽ SCക്ക് അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. കോട്ടയം SC 217 ആയിട്ടുള്ള 119. അപ്പോൾ കോട്ടയം ജില്ലക്കാരൻ എന്ത് ചെയ്യാം, പത്തനംതിട്ടയോ തിരുവനന്തപുരമോ കൊല്ലമോ ഒക്കെ കൺസിഡർ ചെയ്യാം SCക്കാർക്ക്. ഇടുക്കി 170, വലിയ വ്യത്യാസമില്ല. വ്യത്യാസമുണ്ട്, 67 170 എത്തി. എന്നിരുന്നാലും വേറെ ജില്ലകൾ നമുക്ക് തൊട്ടടുത്ത ജില്ലകളിലേക്ക് അല്ലെങ്കിൽ 2-3 ജില്ലകൾ മാറ്റി അപേക്ഷിക്കുക. എറണാകുളം 243. അപ്പോൾ എറണാകുളം ഉള്ളവൻ എന്ത് ചെയ്യാം, തൃശ്ശൂർ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം SCക്കാരന്. കാരണം SL 13 എത്തിയിട്ടുണ്ട്. തൃശ്ശൂരുള്ള SC തൃശ്ശൂർ തന്നെ അപ്ലൈ ചെയ്യുക. എറണാകുളം ജില്ലക്കാരന് തൃശ്ശൂർ കൺസിഡർ ചെയ്യാം. പാലക്കാട് SL 1. ഈ നിയമനങ്ങൾ നടക്കുക, അതുകൊണ്ട് അവിടുത്തെ SCക്കാരൊക്കെ അവിടെ തന്നെ അപേക്ഷിച്ചാൽ മതി. വേണമെങ്കിൽ അവർക്ക് മലപ്പുറമോ കോഴിക്കോടോ കൺസിഡർ ചെയ്യാം. കാരണം മലപ്പുറത്ത് SL 62ാമത്തെ സപ്ലിമെൻ്ററി ലിസ്റ്റിലെ SC എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് സപ്ലിമെൻ്ററി ലിസ്റ്റ് 29ാമത്തെ SC കാൻഡിഡേറ്റ് അപ്പോയിൻറ്റഡ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ പാലക്കാടുള്ള ആൾക്കൊക്കെ വേണമെങ്കിൽ ഒന്നും കൂടി നോക്കാം. വയനാട് SC ഓട്ടോമാറ്റിക്കലി അവർക്ക് കോഴിക്കോടോ അല്ലെങ്കിൽ മലപ്പുറമോ കൺസിഡർ ചെയ്യാം. കോഴിക്കോട് നോക്കിയാൽ മതി വയനാടുള്ള SC കാൻഡിഡേറ്റിനെ സംബന്ധിച്ച്. കണ്ണൂർ അതേ ജില്ലയിൽ തന്നെ കൊടുക്കാൻ നിയമനം മോശമാണ് ഇത്തവണ, എന്നിരുന്നാലും SCക്ക് കിട്ടിയിട്ടുണ്ട്. കാസർഗോഡ് SC ഓൾ വേറെ എങ്ങോട്ടും പോകണ്ട, അവിടെ തന്നെ കൊടുത്താൽ മതി. അപ്പോൾ കണ്ണൂരുള്ള ആൾക്ക് വേണമെങ്കിൽ കാസർഗോഡ് നോക്കാം. ഈ രീതിയിലാണ് നിങ്ങൾ നോക്കി പോകേണ്ടത്. ST ഒന്നും നോക്കുക വേണ്ട, ഓൾ SL 3, SL 1, കോട്ടയം SL 3, ഇടുക്കി SL 1. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അവിടെ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതായത് ജില്ലകളിൽ തന്നെ കൊടുക്കുകയാണ് ST ഒക്കെ നല്ലത്.
എറണാകുളം SL 5, തൃശ്ശൂർ ഓൾ, എല്ലാവരും എടുത്തു. സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ള ആൾക്കാരെ വരെ എടുത്തു എന്നുള്ളതാണ് ഓൾ അർത്ഥമാക്കുന്നത്. പാലക്കാട് ഓൾ, മലപ്പുറം ഓൾ, കോഴിക്കോട് ഓൾ, വയനാട് ST വന്നിട്ടുണ്ടാവില്ല, ഒന്നില്ലെങ്കിൽ ആ ഇതിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല. കണ്ണൂർ ഓൾ എല്ലാവരും എടുത്തു. കാസർഗോഡ് SL 21. ഈ രീതിയിലാണ് നോക്കിപ്പോണ്ടത്. മുസ്ലിം നല്ല അഡ്വാൻറ്റേജ് ഉണ്ട് തിരുവനന്തപുരം ജില്ലയിൽ. തിരുവനന്തപുരം ജില്ല കൺസിഡർ ചെയ്യാം. കൊല്ലം അഡ്വാൻറ്റേജ് ഇല്ല, കാരണം OC 245 മുസ്ലിം. അപ്പോൾ കൊല്ലം ജില്ലക്കാരന് വേണമെങ്കിൽ തിരുവനന്തപുരം ജില്ല കൺസിഡർ ചെയ്യാം. ആലപ്പുഴ 151, 143. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ വേറെ തിരുവനന്തപുരം ജില്ലയിലേക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. പത്തനംതിട്ട 232, 171, 232. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഈ ഭാഗത്തേക്കുള്ള ജില്ലകൾ ഏതെങ്കിലും രീതിയിൽ അഡ്വാൻറ്റേജ് ഉള്ള ജില്ലകൾ നോക്കി കണ്ടുപിടിച്ച് വെക്കാം. കോട്ടയം 92 അഡ്വാൻറ്റേജ് ഇല്ല. ഇടുക്കി 71 ഇല്ല. എറണാകുളം 89. തൃശ്ശൂർ 342, 356 വലിയൊരു അഡ്വാൻറ്റേജ് ഒന്നുമില്ല. പാലക്കാട് 274 OC 274, മുസ്ലിം 356. ചെറിയൊരു വ്യത്യാസമുണ്ട്. തൃശ്ശൂർ പാലക്കാട് 166 OC 181, വലിയ വ്യത്യാസമില്ല. മലപ്പുറം ഉണ്ടാവില്ല, 1000 വിത്തിൻ OC തന്നെയാണ്. 389, 334, 305, 334. ഈ രീതിയിലാണ് നിങ്ങളത് ഓരോന്നും എടുക്കേണ്ടത്. അപ്പോൾ LCയെ സംബന്ധിച്ച് വ്യക്തമായ അഡ്വാൻറ്റേജ് കിട്ടിയ ജില്ലകൾ എന്ന് പറയുന്നത് മലപ്പുറം സപ്ലിമെൻ്ററി ലിസ്റ്റ് 23 കയറിപ്പോയി. കോഴിക്കോട് സപ്ലിമെൻ്ററി ലിസ്റ്റ് 13 കയറിപ്പോയി. പിന്നെ എവിടെയും സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾ ഈ ഒരു ഡാറ്റ വെച്ച് പരിശോധിച്ചാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പം പാലക്കാട് ജില്ലയിലോ അല്ലെങ്കിൽ വയനാട് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലുള്ള ആൾക്കാർക്ക് മലപ്പുറം കോഴിക്കോട് പോലുള്ള ജില്ലകൾ കൺസിഡർ ചെയ്യാൻ LC കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച്, ഇവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ അവിടെ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാലും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് കിട്ടണമെങ്കിൽ ഇങ്ങോട്ടൊക്കെ വരാം. കാസർഗോഡ് അഡ്വാൻറ്റേജ് ഉണ്ട്, 545 വന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി വെക്കാം. OBC നിന്ന് വലിയൊരു വ്യത്യാസമൊന്നും OCയിൽ വരാറില്ല. 237, 286, 144, 162, 176, 25, 122, 280 ഈ രീതിയിലാണ്. വലിയൊരു വ്യത്യാസമൊന്നും OCയിൽ നിന്ന് കാണാണ്ടാവില്ല. അപ്പോൾ അതാണ് ഞാൻ അവരോടും പറഞ്ഞത്, നിങ്ങളെ ജില്ലയിൽ അത്യാവശ്യം നിയമനം നടക്കുന്ന ഒരു ജില്ലയാണെങ്കിൽ തന്നെ അവിടെ തന്നെ വെക്കുക, അല്ലെങ്കിൽ തൊട്ടടുത്ത ജില്ലകളിലേക്ക് നോക്കുക. SIUC നാടാറിനെ സംബന്ധിച്ച് സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് എത്തിയിട്ടുള്ളത് മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ പറഞ്ഞ ജില്ലകളിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. വയനാടൊക്കെ പക്ഷേ നിയമനങ്ങൾ കുറവ് നടക്കുന്ന ജില്ലകളാണ്. അതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ആപ്ലിക്കേഷൻസ് ഒന്ന് വെക്കാൻ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുക. എല്ലാം വിശദീകരിക്കാൻ എനിക്ക് പറ്റില്ല. ഹിന്ദു നാടാറ് വ്യക്തമായ കാര്യങ്ങൾ കിട്ടിയിരിക്കുന്ന SL 3, SL 1, കൊല്ലം, ആലപ്പുഴ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നോക്കുക, തൃശ്ശൂർ ഹിന്ദു നാടാർ എല്ലാ ആൾക്കാരും സപ്ലിമെൻ്ററി ലിസ്റ്റിലെ ആൾക്കാരും കൂടി പോയി. പാലക്കാട് ഒന്നില്ലെങ്കിൽ ഉണ്ടാവില്ല. പാലക്കാട് ഹിന്ദു നാടാർ ലിസ്റ്റിലേ ഉണ്ടാവില്ല. മലപ്പുറം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. കോഴിക്കോട് എല്ലാവരും ആൾക്കാരെ എടുത്തു. കണ്ണൂർ SL 2 നല്ല അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. കാസർഗോഡ് എല്ലാ ആൾക്കാരും എടുത്തു. അപ്പോൾ ഹിന്ദു നാടാർക്കൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ജില്ലകൾ സെലക്ട് ചെയ്യാൻ. ഈ പറയുന്ന കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂരൊക്കെ ഏറ്റവും നല്ല സന്ദർഭമാണ്. പാലക്കാട്, അതുപോലെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ. SCCC സംബന്ധിച്ച് വ്യക്തമായത് നമ്മൾക്ക് കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ SCCC എല്ലാവരും എടുത്തു. പാലക്കാട് സപ്ലിമെൻ്ററി ലിസ്റ്റ്, മലപ്പുറം സപ്ലിമെൻ്ററി ലിസ്റ്റ് 7, കോഴിക്കോട് സപ്ലിമെൻ്ററി ലിസ്റ്റ് 4, കാസർഗോഡ് സപ്ലിമെൻ്ററി ലിസ്റ്റ്. അപ്പോൾ നിങ്ങൾക്കും വ്യക്തമായ സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്കും അല്ലെങ്കിൽ മുഴുവൻ പേരും നിയമന ശുപാർശ കിട്ടിയിട്ടുള്ളതുമായ ജില്ലകളുണ്ട്. ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റ് 5, പിന്നെ നമുക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റ് 8 മലപ്പുറം, കോഴിക്കോട് സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, കണ്ണൂർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 1. വ്യക്തമായ അഡ്വാൻറ്റേജ് ഉള്ള ജില്ലകളുണ്ട്. അപ്പോൾ ഇത് വെച്ച് പരിശോധിച്ച് അപേക്ഷകൾ ചെയ്യുക. ഇനി നമുക്ക് UPSC-യിലേക്ക് പോവാം. UPSC ഈ പറഞ്ഞതുപോലെ 10/10/2022 എല്ലാ ജില്ലകളിലെ ലിസ്റ്റ് വന്നത്. 10/10/2025 ഈ ലിസ്റ്റുകൾ അവസാനിക്കും. ടോട്ടൽ നമ്പർ ഇൻ മെയിൻ ലിസ്റ്റ്: തിരുവനന്തപുരം 385, കൊല്ലം 379, ആലപ്പുഴ 192 പേര്, പത്തനംതിട്ട 142, കോട്ടയം 143, ഇടുക്കി 286, എറണാകുളം 292, തൃശ്ശൂർ 292, പാലക്കാട് 430, മലപ്പുറം 970, കോഴിക്കോട് 301, വയനാട് 298, കണ്ണൂർ 294, കാസർഗോഡ് 384. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് മലപ്പുറം, തൊട്ട് താഴെ പാലക്കാട് 430, പിന്നെ ആ ഒരു 400 റേഞ്ചിലേക്ക് വരുന്നത് തിരുവനന്തപുരം, കൊല്ലം, പിന്നെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു റേഞ്ചിലേക്ക് വരുന്നത് കോഴിക്കോട് 301 പേരേ ഉള്ളൂ. പക്ഷെ ഇത്തവണ നിയമനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. വയനാട് 298, പക്ഷെ അത്രയും നിയമനം നടക്കില്ല. കാസർഗോഡ് 384 നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇനി ടോട്ടൽ അഡ്വൈസ് ഇതുവരെ 261 അഡ്വൈസ്, നല്ല ഫിഗറാണ്. തിരുവനന്തപുരം 106, കൊല്ലം LPയുടെ അത്ര UP ഇല്ല, ആലപ്പുഴ വലിയ മോശമില്ല, വലിയ മുൻതൂക്കവുമില്ല, പത്തനംതിട്ട വളരെ മോശം, കോട്ടയം മോശം, ഇടുക്കി മോശം, എറണാകുളം UP താരതമ്യേന വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ നടക്കുന്നുണ്ട്, എന്നാലും ഇത്രയും പോരാ. തൃശ്ശൂർ 162 നിയമനങ്ങൾ നടക്കുന്നുണ്ട്. പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയല്ല, 430 പേര് ലിസ്റ്റിലുണ്ട്,
152 കുറവാണ്. മലപ്പുറം 265 970 പേര്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം 980ഓളം അഡ്വൈസ് നടന്നാണ്. ഇത്തവണ അത്രയൊന്നും എത്തിയില്ലെങ്കിൽ പോലും ഈ ലിസ്റ്റിൽ ഈ 3 വർഷം അവസാനിക്കുമ്പോഴും മലപ്പുറം ഒന്നാമതായിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. കോഴിക്കോട് 276 നല്ല രീതിയിലുള്ള നിയമനങ്ങൾ. വയനാട് കുറവ്. കണ്ണൂർ 126, കണ്ണൂർ ഒന്ന് പിടിച്ചു കയറി. കാസർഗോഡ് 284 നല്ല രീതിയിലുള്ള നിയമനങ്ങൾ. OC എത്തിയിരിക്കുന്നത് 207-72. ഇത് വെച്ചാണ് കമ്പയർ ചെയ്യേണ്ടത്. 261 അഡ്വൈസ് പോയപ്പോൾ 207. കൊല്ലം ജില്ലക്കാരൊക്കെ അവിടെ തന്നെ തിരുവനന്തപുരം ജില്ലക്കാരൊക്കെ അതാത് ജില്ലകളിലുള്ള വലിയ റിസർവേഷൻ ആനുകൂല്യം ഇല്ലാത്തവരൊക്കെ തിരുവനന്തപുരം ജില്ല തന്നെ വെക്കുക. കൊല്ലം വേണമെങ്കിൽ മാറ്റിപ്പിടിക്കാം, ആലപ്പുഴ മാറ്റിപ്പിടിക്കാം, പത്തനംതിട്ട. നിയമനങ്ങൾ തീരെ കുറവ് നടക്കുന്ന ജില്ലകളാണ്. അപ്പോൾ ഇവിടുത്തെ OC കാൻഡിഡേറ്റ് ഒക്കെ തൊട്ടടുത്ത ജില്ലകളിലേക്ക് നിയമനം നടക്കുന്ന ജില്ലകളിലേക്ക് മാറാം. കോട്ടയത്ത് മാറാം, ഇടുക്കി മാറാം, എറണാകുളം ഒന്നില്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കുക, അല്ലെങ്കിൽ തൊട്ടടുത്ത ജില്ലയിലേക്ക് കൊടുക്കുക. തൃശ്ശൂർ അവിടെ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ല. പാലക്കാട് അവിടെ തന്നെ കൊടുത്താൽ മതി, മലപ്പുറം അവിടെ തന്നെ കൊടുത്താൽ മതി. OC ജനറൽ കാൻഡിഡേറ്റിനെ സംബന്ധിച്ചും ഈഴവ കാൻഡിഡേറ്റിനെ സംബന്ധിച്ചൊക്കെയാണ് ഞാൻ പറയുന്നത്. കോഴിക്കോട് അവിടെ തന്നെ കൊടുത്താൽ മതി. വയനാട് വേണമെങ്കിൽ മാറ്റിപ്പിടിക്കാം, കണ്ണൂരും വേണമെങ്കിൽ മാറ്റിപ്പിടിക്കാം. കാസർഗോഡ് 209 അവിടെ തന്നെ അപ്ലൈ ചെയ്താൽ മതി. ഈഴവൊക്കെ ഇതിൽ കയറിപ്പോട്ടോ, ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ കയറിപ്പോവും. SCയെ സംബന്ധിച്ച് വ്യക്തമായ ആധിപത്യം തിരുവനന്തപുരം ജില്ലയിലുണ്ടായ SL 13, സപ്ലിമെൻ്ററി ലിസ്റ്റ് 13, ആലപ്പുഴ SL 6, പത്തനംതിട്ട SL 1, തൃശ്ശൂർ SL 4. മലപ്പുറം വലിയൊരു അഡ്വാൻറ്റേജിലേക്ക് വന്നിട്ടില്ല, 820 ആയിട്ടുള്ളൂ. പക്ഷേ നിയമനങ്ങൾ നടക്കുന്നതോടുകൂടി വ്യത്യാസം വരും. കോഴിക്കോട് SL 17 നല്ല രീതിയിലുള്ള അഡ്വാൻറ്റേജ്. കാസർഗോഡ് SL 19. അപ്പോൾ SCക്കൊക്കെ കൃത്യമായ നല്ല രീതിയിലുള്ള അഡ്വാൻറ്റേജ് കിട്ടിയ ജില്ലകളുണ്ട്. STയെ സംബന്ധിച്ച് തിരുവനന്തപുരം SL 6, കൊല്ലം SL 6, SL 2 ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഒന്നില്ലെങ്കിൽ അവർ ടേണിലേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഉണ്ടാവില്ല. എറണാകുളം SL 3, തൃശ്ശൂർ SL 4, പാലക്കാട് SL 4, മലപ്പുറം SL 8, SL 5, SL 1, SL 5, SL 7. അപ്പോൾ ST ഒക്കെ കഴിയുന്നതും അതാത് ജില്ലകൾ കൊടുത്താൽ മതി. നിയമനം വളരെ മോശം നടക്കുന്ന ഈ ജില്ലകൾ വേണമെങ്കിൽ ഒന്ന് മാറ്റിപ്പിടിക്കാമെന്ന് മാത്രം. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി. മുസ്ലിം വലിയൊരു അഡ്വാൻറ്റേജ് ഒന്നുമില്ല, എന്നിരുന്നാലും OC മുസ്ലിം കാൻഡിഡേറ്റിന് തിരുവനന്തപുരം നല്ല അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ കൊല്ലം തിരുവനന്തപുരമുള്ള മുസ്ലിംസിനൊക്കെ തിരുവനന്തപുരം വേണമെങ്കിൽ കൊടുക്കാം. ആലപ്പുഴ തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന ജില്ലകളിലേക്ക് തിരുവനന്തപുരം ജില്ലയിലേക്ക് വേണമെങ്കിൽ കൊടുക്കാം. പത്തനംതിട്ടയൊക്കെ മാറ്റിപ്പിടിക്കാം, കോട്ടയം മാറ്റിപ്പിടിക്കാം, ഇടുക്കി മാറ്റിപ്പിടിക്കാം, എറണാകുളം അവിടെ തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ തൊട്ടടുത്ത ജില്ലകളിലേക്ക് കൊടുക്കാം. തൃശ്ശൂർ അവിടെ തന്നെ വെച്ചാൽ മതി. പാലക്കാട് മുസ്ലിം വേണമെങ്കിൽ മലപ്പുറം കൊടുക്കാം, അല്ലെങ്കിൽ തൃശ്ശൂർ കൊടുക്കാം, അല്ലെങ്കിൽ പാലക്കാട് തന്നെ കൊടുക്കാം. മലപ്പുറം അവിടെ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കോഴിക്കോട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. പക്ഷേ എനിക്ക് അഭിപ്രായമില്ല, അവിടെ തന്നെ കൊടുക്കുന്നതായിരിക്കും. കോഴിക്കോട് അവിടെ തന്നെ വെച്ചാൽ മതി. വയനാട് വേണമെങ്കിൽ കോഴിക്കോട് മലപ്പുറത്തിലേക്കോ അല്ലെങ്കിൽ കണ്ണൂരിലേക്കോ വരാം, കാസർഗോഡിലേക്കോ വരാം. മുസ്ലിം കാറ്റഗറിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ കിടക്കുന്ന കോഴിക്കോട് ജില്ലക്കാർക്കൊക്കെ വേണമെങ്കിൽ ഇങ്ങോട്ട് കാസർഗോഡൊക്കെ ആലോചിക്കാവുന്നതാണ്, മലപ്പുറം ജില്ലക്കാർക്കും വേണമെങ്കിൽ. LC വ്യക്തമായ രീതിയിൽ കിട്ടിയത് സപ്ലിമെൻ്ററി ലിസ്റ്റ് 1 കോട്ടയം, ഇടുക്കി സപ്ലിമെൻ്ററി ലിസ്റ്റ് 1. പക്ഷേ ഇടുക്കിയൊക്കെ വളരെ കുറഞ്ഞ നിയമനങ്ങൾ നടക്കുന്ന ജില്ലയാണെന്നുള്ളതൊന്ന് പ്രത്യേകം ആലോചിച്ച് വെക്കണം. കോട്ടയവും ആലോചിച്ച് വെക്കണം. LCക്കാർ അവിടെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്. LCക്ക് അതിന് പുറമേ കിട്ടിയ അഡ്വാൻറ്റേജ് മലപ്പുറം SL 6 വെക്കാം, കോഴിക്കോട് SL 11 വെക്കാം, കണ്ണൂർ SL 5 വെക്കാം, SL 9 കാസർഗോഡ് വെക്കാം. OBC ഒക്കെ ഇതേ താരതമ്യം തന്നെയാണ്. സ്വന്തം ജില്ല അല്ലെങ്കിൽ തൊട്ടടുത്ത് നിയമനം കൂടുതൽ നടക്കുന്ന ജില്ലകളിലേക്ക് കൺസിഡർ ചെയ്യുക. വിശ്വകർമ്മ ഇതേപോലെ തന്നെ. പക്ഷേ വിശ്വകർമ്മ കോഴിക്കോട് SL 3 വ്യക്തമായ ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് തൊട്ടടുത്ത് കിടക്കുന്ന ജില്ലകളിലേക്ക് അവിടെ കൺസിഡർ ചെയ്യാവുന്നതാണ്. കാസർഗോഡ് കൺസിഡർ ചെയ്യാവുന്നതാണ്. SIUC നാടാറിനെ നോക്കുമ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റ് 1 എവിടെ വന്നു? പത്തനംതിട്ട. പക്ഷേ നിയമനങ്ങൾ വളരെ കുറവാണെന്നുള്ളതൊന്ന് മനസ്സിൽ വെക്കണം. എറണാകുളം സപ്ലിമെൻ്ററി ലിസ്റ്റ് 1 താരതമ്യേന മോശം ഇല്ലാത്ത രീതിയിൽ, വലിയ രീതിയിൽ നിയമനങ്ങളൊന്നും നടന്നിട്ടില്ല. മലപ്പുറം നല്ല രീതിയിൽ നിയമനം നടക്കുന്ന ഒരു ജില്ലയാണ്. സപ്ലിമെൻ്ററി ലിസ്റ്റ് 4 കോഴിക്കോട്, ഇതൊക്കെ കൺസിഡർ ചെയ്യാം. വയനാട് വലിയ ഇതില്ല, കാസർഗോഡ് വെക്കാം. ഹിന്ദു നാടാര് സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, എറണാകുളം സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, തൃശ്ശൂർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, പാലക്കാട് 1 സപ്ലിമെൻ്ററി ലിസ്റ്റ്, മലപ്പുറം SL 1, കോഴിക്കോട് SL 2, കണ്ണൂർ SL 1, SL 2. ഈ പറയുന്ന ജില്ലകളൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് അതാത് ജില്ലകൾ, തൊട്ടടുത്ത ജില്ലകളിൽ ആൾക്ക് വ്യക്തമായ രീതിയിലുള്ളൊരിത് കിട്ടാത്ത ആൾക്കാർക്ക് അതേ ജില്ലകൾ, തൊട്ടടുത്ത ജില്ലകൾ. SCCC SL 2 തിരുവനന്തപുരം ഉണ്ട്, അവിടെ തന്നെ കൊടുത്താൽ മതി. SL 2 കൊല്ലം SL 2 അഡ്വാൻറ്റേജ് ഉണ്ട്. തൃശ്ശൂർ SL 1, മലപ്പുറം SL 1, കോഴിക്കോട് SL 3, വയനാട് SL 1, കണ്ണൂർ SL 2, കാസർഗോഡ് SL 3. അപ്പോൾ നിങ്ങൾക്കും ആലോചിക്കാം ഏതൊക്കെ ജില്ലകളാണ് വ്യക്തമായ ഒരു മേൽക്കൈ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. സ്വന്തം ജില്ലകളിൽ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ വെക്കുക, അല്ലെങ്കിൽ തൊട്ടടുത്ത ജില്ലകളിലേക്ക് മാറുക. ധീവര തിരുവനന്തപുരത്ത് അഡ്വാൻറ്റേജിൻ്റെ സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, കൊല്ലം സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, പിന്നെ കോഴിക്കോട് സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, വയനാട് സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, കണ്ണൂർ SL 1, SL 3. വയനാടൊക്കെ വേണമെങ്കിൽ ഒന്ന് നിയമനം കുറക്കുന്ന നടക്കുന്ന ജില്ലയാണ്, അതൊന്ന് വേണമെങ്കിൽ മാറ്റിപ്പിടിക്കുക എന്നുള്ളത് മാത്രം. അപ്പോൾ ഈ പറയുന്ന ഡാറ്റകളെല്ലാം നമ്മളിന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ LPST UPST ഏത് ജില്ലയിലേക്ക് അപേക്ഷിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച A to Z കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്തു. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇവിടെ എഴുതി വെച്ച കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷകരുടെ എണ്ണം,
കൺഫർമേഷന് ശേഷമുള്ള എണ്ണം, കട്ട് ഓഫ്, LPയുടെ UPയുടെ അതിന് മുൻപ് നടന്നിട്ടുള്ള ലിസ്റ്റിൽ നിന്നുള്ള ടോട്ടൽ നിയമനങ്ങൾ, പിന്നെ നമ്മൾ ഈ പറയുന്ന ബാച്ച് തുടങ്ങുന്നതിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ബാച്ച് തുടങ്ങാൻ ഈ പറയുന്ന രീതിയിൽ നല്ല മത്സരം ഉണ്ടാവും, അത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. അപ്പോൾ മത്സരത്തിന് കീഴടക്കി നല്ല രീതിയിലുള്ള പഠനം നമുക്ക് ആവശ്യമുണ്ട്. പ്രപ്പ് സ്കെയിൽ മൊബൈൽ ആപ്ലിക്കേഷനോട് കൂടി കൈകോർക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറുകൾ വിളിക്കുക. പിന്നെ നമ്മൾ ലേറ്റസ്റ്റ് അഡ്വൈസ് സ്റ്റാറ്റസ് ഓരോ വിഭാഗത്തിൻ്റെയും ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പരമാവധി കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇത് വെച്ചൊരു ഐഡിയ ഉണ്ടാക്കി, ഒരു പ്രിഫറൻസ് ഉണ്ടാക്കി സ്വന്തമായി എൻ്റെ മക്കൾക്ക് കണ്ടുപിടിക്കാമെന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഒട്ടും അറിവില്ലാത്ത ആൾക്കാരൊന്നുമല്ല, ഹാഫ് ടീച്ചേഴ്സ് ഹാഫ് സ്റ്റുഡൻസ് ആണ് നിങ്ങൾ. ഫുൾ ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും, അത്യാവശ്യം തലയ്ക്കൊക്കെ താഴ്ത്താമസമുള്ള ആൾക്കാരാണ്. ഇത് വെച്ച് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലിസ്റ്റ് കണ്ടെത്താനുള്ള അല്ലെങ്കിൽ ജില്ല കണ്ടെത്താനുള്ള എല്ലാ സൂത്രവാക്യങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്. പരമാവധി പ്രയോജനപ്പെടുത്തി ഇതിനനുസരിച്ച് അപ്ലൈ ചെയ്യുക. കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം വിളിക്കുക, അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഉപകാരപ്രദമാവാതിരിക്കില്ല, ഉപകാരപ്രദമായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം പ്രയോജനപ്രദമായ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഇനിയും വരാം. താങ്ക്